നമസ്കാരം. യമനിൽ ഹൂത്തികൾക്കെതിരെ നടത്താനിരുന്ന സൈനിക നടപടിയെക്കുറിച്ച് സിഗ്നൽ ഗ്രൂപ്പ് ചാറ്റിൽ ചർച്ച ചെയ്ത വിവരങ്ങൾ ചോർച്ചയ്ക്കിടയായ സംഭവം എല്ലാവരും അറിഞ്ഞു കാണും. പത്രപ്രവർത്തകൻ ജെഫ്രി ഗോൾസ്ബർഗ് അബദ്ധവശാൽ ആ ഗ്രൂപ്പ് ചാറ്റിൽ ഉണ്ടായിരുന്നു. അതേ തുടർന്ന് അദ്ദേഹം രഹസ്യ വിവരങ്ങൾ പരസ്യമാക്കിയിരുന്നു. സിഗ്നൽ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഫെഡറൽ റെക്കോർഡ് കീപ്പിംഗ് നിയമങ്ങൾ ലംഘിച്ചുവെന്ന് ആരോപിച്ച കേസ് വാഷിംഗ്ടൺ DC-യിലെ ഫെഡറൽ ഡിസ്ട്രിക്ട് കോടതിയിലെ ചീഫ് ജഡ്ജിയായ ജെയിംസ് ബോസ്ബർഗെയാണ് പരിഗണിക്കാൻ പോകുന്നത്. ഈ ജഡ്ജിക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. വെനിസ്വേല നാടുകടത്തലിനെ ചൊല്ലി ട്രംപുമായുള്ള തർക്കത്തിന്റെ കേന്ദ്ര ബിന്ദുവാണ് ഈ ജഡ്ജി. ജെയിംസ് ബോസ്ബർഗിന്റെ നാടുകടത്തൽ വിമാനങ്ങൾ ഈ ജഡ്ജി തടഞ്ഞതിനെ തുടർന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിനെതിരെ പരസ്യ വിചാരണ ആവശ്യപ്പെട്ടിരുന്നു. അതേ ജഡ്ജി തന്നെയാണ് സിഗ്നൽ ചോർച്ച കേസും പരിഗണിക്കുന്നത് എന്നുള്ളത് ട്രംപിന് തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട്. മാർച്ച് 15-ന് യമനിൽ ഒരു ഹൂത്തി തീവ്രവാദിയെ വധിക്കാൻ പദ്ധതിയിട്ടിരിക്കുന്നതിന്റെ ആരംഭ സമയവും കൂടുതൽ US വ്യോമാക്രമണങ്ങളുടെ വിശദാംശങ്ങളും പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് സന്ദേശമയച്ചതായി ചാറ്റിൽ അബദ്ധവശാൽ ഉൾപ്പെടുത്തിയ അറ്റ്ലാന്റിക് മാസികയുടെ എഡിറ്റർ ഇൻ ചീഫ് ജെഫ്രി ഗോൾസ്ബർഗ് റിപ്പോർട്ട് ചെയ്തിരുന്നു. വളരെ സെൻസിറ്റീവായ ആക്രമണ പദ്ധതികൾ ഒരു വാണിജ്യ സന്ദേശമയക്കൽ ആപ്പിൽ കൂടി പങ്കുവച്ചതിന്റെ വെളിപ്പെടുത്തൽ വാഷിംഗ്ടണിൽ പ്രതിഷേധത്തിന് കാരണമായി. ട്രംപിന്റെ ദേശീയ സുരക്ഷാ സംഘത്തിലെ അംഗങ്ങളെ പുറത്താക്കണമെന്ന് ഡെമോക്രാറ്റുകളിൽ നിന്ന് ആവശ്യമുയരുകയാണ്. സിഗ്നൽ ചാറ്റിലെ സന്ദേശങ്ങൾ സ്വയമേ ഇല്ലാതാക്കുന്നത് തടയുന്നതിനുള്ള നടപടികൾ നടപ്പിലാക്കുന്നതിൽ ഉദ്യോഗസ്ഥർ പരാജയപ്പെട്ടുവെന്നും ഫെഡറൽ റെക്കോർഡ് ആക്ടിങ്ങിന് കീഴിലുള്ള അവരുടെ കടമകൾ ലംഘിച്ചുവെന്നും വാദിച്ച ലിബറൽ ചായ്വുള്ള സർക്കാർ വാച്ച്ഡോഗ് ഗ്രൂപ്പായ അമേരിക്കൻ ഓവർസൈറ്റ് കേസ് ഫയൽ ചെയ്തിരുന്നു. അവരുടെ പ്രവർത്തികൾ നിയമവിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കുന്ന കോടതി ഉത്തരവിനും ഹെഗ്സെത്തും മറ്റ് ട്രംപ് ഭരണകൂട ഉദ്യോഗസ്ഥരും രേഖകൾ സംരക്ഷിക്കാനും ഇല്ലാതാക്കിയ വസ്തുക്കൾ സാധ്യമായതത്രയും വീണ്ടെടുക്കാനും ആവശ്യപ്പെടുന്ന ഒരു ഇൻജക്ഷൻ ആവശ്യപ്പെട്ടതുമാണ് ഈ കേസിനോട് ഭരണകൂടം പ്രതികരിച്ചിട്ടില്ല. എന്നാൽ സിഗ്നലിലൂടെ ഒരു രഹസ്യ വിവരവും പങ്കുവച്ചിട്ടില്ലെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. സിഗ്നൽ ഒരു ഗവൺമെന്റ് അംഗീകൃത ആപ്പാണെന്നും അവർ കൂട്ടിച്ചേർത്തു. കോടതിയുടെ പതിവ് റാൻഡം അസസ്മെന്റ് പ്രക്രിയയിലൂടെ കൊളംബിയ ഡിസ്ട്രിക്റ്റിനായുള്ള US ഡിസ്ട്രിക്ട് കോടതിയുടെ ചീഫ് ജഡ്ജിയായ ബോസ്ബർഗിനെയാണ് കേസ് കൈമാറിയിട്ടുള്ളത്. അങ്ങനെയാണ് കോടതി വക്താവ് പറഞ്ഞതും. വൈറ്റ് ഹൗസും US നീതിന്യായ വകുപ്പും ഇതിനോട് പ്രതികരിച്ചിട്ടില്ല. വൈറ്റ് ഹൗസ് ജുഡീഷ്യർക്കെതിരായ ആക്രമണങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കെ ട്രംപിന്റെ അജണ്ടയെ തടസ്സപ്പെടുത്തിയ ബോസ്ബർഗെയും മറ്റ് 5 ജഡ്ജിമാരെയും പരസ്യ വിചാരണ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് റിപ്പബ്ലിക്കൻ നിയമനിർമ്മാതാക്കൾ പ്രമേയങ്ങൾ സമർപ്പിച്ചിരുന്നു. എന്തായാലും സിഗ്നൽ ചോർച്ച കേസിൽ ട്രംപ് പെടുമോ അതോ മറ്റെന്തെങ്കിലും സംഭവിക്കുമോ എന്ന് കാത്തിരുന്ന് തന്നെ കാണാം. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.